മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാരം ഇന്ന് എഐസിസി ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷം 11:45 സംസ്കാര ചടങ്ങുകൾ നടക്കും. ദില്ലി നിഗംബോധ് ഘട്ടിലാണ് മൃതദേഹം സംസ്കരിക്കുക. ഇന്നലെ നിരവധി രാഷ്ട്രീയ പ്രമുഖരാണ് മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിക്കാൻ ദില്ലിയിലെ വസതിയിലെത്തിയത്. ശ്വാസകോശ സംബന്ധ രോഗത്തെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയോടെ എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയും അന്ത്യം സംഭവിക്കുകയുമായിരുന്നു. വിവരങ്ങളുമായി സ്വാതി റെഡിയായിട്ട് നിൽക്കുന്നു. സ്വാതി, ഗുഡ് മോർണിംഗ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് 11:45 നടക്കുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. പൊതുദർശനം എഐസിസിയിൽ നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? എന്തായാലും അദ്ദേഹത്തിന്റെ പൊതുദർശനം ഏകദേശം 8 മണിക്ക് ശേഷമാണ് ആരംഭിക്കുന്നത്. 8 മണിയോടെ എഐസിസി ആസ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിക്കും. അവിടെ ഒരു 11 മണിയോടെ അടുപ്പിച്ചായിരിക്കും ദർശനം അവസാനിക്കുക. അതിനുശേഷം 11:45 ദില്ലി നിഗംബോധ് ഘട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്ത നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പ്രമുഖരൊക്കെ തന്നെയും എത്തിച്ചേർന്നിരുന്നു. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ പറ്റി ഓരോരുത്തരും ഏർപ്പെടുത്തുന്നത് ഒരു സാമ്പത്തിക വിദഗ്ധൻ, ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ തന്നെയാണ്. അദ്ദേഹം ഈ രാജ്യത്തോട് വിട പറയുമ്പോൾ വലിയ സാമ്പത്തിക വിദഗ്ധന് നഷ്ടമാകുന്ന വേദന, അതോടൊപ്പം തന്നെ ഏറ്റവും വളരെ സൗമ്യനായും ശാന്തനായും സംസാരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു മുതിർന്ന നേതാവിന് നഷ്ടമാകുന്നതിന്റെ ദുഃഖത്തിലാണ് എല്ലാ കോൺഗ്രസ് നേതാക്കളും. അതോടൊപ്പം തന്നെ രാജ്യവും. എന്തായാലും 8 മണിക്ക് ശേഷമായിരിക്കും പൊതുദർശനം ആരംഭിക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയ. ശരി. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാരം ഇന്ന് നടക്കുന്നു. അതിന്റെ വിവരങ്ങളാണ് സ്വാതി നൽകിയത്.